വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. ഞങ്ങൾ ബി ജെ പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പെർഫോമൻസും അത് എവിടൊക്കെ ആണ് ബി ജെ പി കോൺസെൻട്രേറ്റ് ചെയ്തത്, എവിടൊക്കെയാണ് അവർ ജയിക്കാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ഇഷ്യൂ കൊണ്ടാണ് അവർ ജയിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അനാലിസിസ് ആണ് ഞങ്ങൾ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 0 to 5 എന്ന് പറയുമ്പോൾ താങ്കൾ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് വരുന്നത്? അത് നമുക്ക് കണ്ണടച്ച് പറയാൻ ചെറിയാൻ. മഞ്ചേശ്വരം, കഴക്കൂട്ടം, നേമം, പാലക്കാട്, തൃശ്ശൂർ, ഇത് 4 എനിക്ക് കൃത്യമായി ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി പ്രത്യക്ഷം എൻ്റെ ഒരു അനാലിസിസിലും വിശകലനത്തിലും അതാണ് ഈ 4. അതേ ഓർഡറിലല്ല ഈ 4. 5ാമത് ഏതുമാവാം. 5ാമത് കാട്ടാക്കടയാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി കേൾക്കുന്ന കാസർഗോഡാവാം, നാട്ടികയാവാം, മണലൂരാവാം. അപ്പൊ 5നും 10നും ഉള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. 5 വരെയുള്ളത് കൃത്യമാണ്. ജയിക്കുന്ന 5ൽ ജയിക്കുമെങ്കിൽ ആ 5 ഏതായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ സംശയമില്ല. എല്ലാവരും പ്രശസ്തമായ നേമം, അത്ര പ്രശസ്തമല്ലാത്ത കഴക്കൂട്ടം, വളരെ പ്രശസ്തമായ മഞ്ചേശ്വരം, വളരെ പ്രശസ്തമായ പാലക്കാട്, പിന്നീട് നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ വരികയാണെങ്കിൽ തിരുവല്ല, ആറന്മുള, ചങ്ങനാശ്ശേരി തുടങ്ങിയ ആ ഹിന്ദു ക്രിസ്ത്യൻ ബെൽറ്റിലെ ഏതെങ്കിലും. അപ്പൊ ഈ വിസ്മയങ്ങൾക്ക് അവിടെയും സാധ്യത. ഒന്ന് ചോദിച്ചിട്ട്, ഇതിൽ എനിക്ക് ഏറ്റവും വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ എൻ്റെ ജിജ്ഞാസ ഉണർത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. എന്തുകൊണ്ടാണ് താങ്കൾ തൃശ്ശൂര് പത്മജ വേണുഗോപാലാണെന്നറിയാം. കോൺഗ്രസ് ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ശ്രമിക്കുകയാണ്. എൻ്റെ വളരെ സുഹൃത്തും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കവിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. പക്ഷെ ആലങ്കോട് ലീലാകൃഷ്ണന് ഇടതുപക്ഷത്തിന്റെയും ജനാധിപത്യ ശക്തികളുടെയും കോൺഗ്രസേതര വോട്ടുകൾ പിടിക്കുന്നതിനുള്ള ശക്തി കുറവാണെന്ന് ഞാൻ തൃശ്ശൂർക്കാരനുമാണ്, പഠിച്ചതാണ്, കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട്. ആലങ്കോടിന്റെ സ്വാധീനം എനിക്കറിയാം. CPIയുടെ തൃശ്ശൂരിലത്തെ ഏകദേശ സ്വാധീനം വളരെ വളരെ ഒരു തെറ്റായ CPI സ്ഥാനാർത്ഥി നിർണയമാണെന്ന് വളരെ വേദനയോടുകൂടി ഞാൻ ആദ്യം പറയട്ടെ. ഇത് വാസ്തവത്തിൽ ഒരു നല്ല ഒരു ഫൈറ്റിംഗ് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ ആയിരുന്നു CPI അവിടെ ഇടേണ്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകൾ കോൺഗ്രസിലെ രാജൻ പല്ലന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു മത്സരത്തിൽ വരുമ്പോൾ രാജൻ പല്ലൻ എന്ന കോൺഗ്രസിന്റെ വളരെ സാമൂഹ്യമായി ഒരുപാട് അംഗീകാരമുള്ള, പത്മജിയേക്കാൾ എത്രയോ സാമൂഹിക പ്രവർത്തനങ്ങൾ നാനാതരത്തിൽ നടത്തിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. ഇത്തവണ ക്രിസ്ത്യൻ പള്ളി BJPക്ക് പൂർണ്ണമായും അനുകൂലമല്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ BJPയുടെ പണവും പ്രചരണവും പത്മജയുടെ മുഖവും ചേർന്ന് പല്ലനും പത്മജയും തമ്മിലുള്ള ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തു പറയുന്നത്. മറ്റു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വെച്ചാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണ്. അദ്ദേഹത്തിന് പിടിക്കാവുന്ന വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് പത്മജയ്ക്കാണ്. തുടങ്ങിയ നിരവധി ഫാക്ടറികൾ അതിനെ വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ താല്പര്യമുണർത്തുന്ന മത്സരമാക്കി മാറ്റിയിരിക്കുന്നു. പത്മജ വളരെ വളരെ മോശം സ്ഥാനാർത്ഥിയാണ്. അതാണ് ഏറ്റവും ദുഃഖകരം. ഞാൻ അവരുടെ 2 തെരഞ്ഞെടുപ്പുകൾ ഞാൻ കാൽനടയായി കവർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെവിടെയും ജയിക്കാത്തൊരു സ്ഥാനാർത്ഥിയാണെന്നാണ്. രാജ്യസഭയിലേക്കോ മറ്റോ പോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സ്ത്രീകളുടെ തന്നെ മുഴുവൻ വോട്ട് ലഭിക്കാത്ത ഒരു സ്ത്രീയാണ്. അത് നമ്പാടനുമായിട്ടുള്ള മത്സരത്തിലൊക്കെ ഞാൻ കണ്ടതും അതൊക്കെ ചരിത്രം തെളിയിച്ചതുമാണ്. അപ്പൊ പത്മജയുടെ ഒരു ആകർഷണം കൊണ്ട് അല്ലായിരിക്കും അവിടെ വോട്ട് BJPക്ക് കിട്ടുന്നത്. അത് ഒരു പക്ഷേ ഇടതുപക്ഷ വോട്ടിന്റെ നഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കും അവിടെ BJP ജയിക്കുന്നത് എന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമുണ്ട്. പത്മജയ്ക്ക് കരുണാകരന്റെ മകൾ എന്നുള്ള ആ ഒരു അസ്തിത്വം തൃശ്ശൂർ എന്നത് നഷ്ടം വിട്ട് വളരെ കാലമായി. കാരണം മുരളീധരനും തൃശ്ശൂരിന്റെ ഇതാണ്. അപ്പൊ പത്മജയ്ക്ക് കരുണാകരന്റെ മകൾ എന്നുള്ള പേരിൽ വോട്ട് കരുണാകരൻ ഉള്ളപ്പോൾ കിട്ടിയിട്ടില്ല.
അപ്പോൾ പിന്നെ അത് ഞാൻ ഒരിക്കലും പത്മജയുടെ വ്യക്തിപ്രഭാവം സഹായിക്കുന്നുവെന്നല്ല. അത് സുരേഷ് ഗോപി പോലെ അല്ല. സുരേഷ് ഗോപിക്ക് സ്വകാര്യമായി സ്വതന്ത്രമായി കുറെ വോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ സിനിമ പ്രതിച്ഛായയും മറ്റും. പക്ഷെ പത്മജയ്ക്ക് അതൊന്നുമില്ല. ശക്തമായ BJP അടിത്തറ ഉണ്ട്. ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണയും അരമന എന്തു പറയുന്നു എന്ന് നോക്കാതെ വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം അവിടെയുണ്ട്. അതിലെല്ലാം പ്രധാനം ഇടതുപക്ഷത്തിന്റെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. അതാണ് തൃശ്ശൂരിനെ കുറിച്ച് എന്റെ ഒരു വിലയിരുത്തൽ. അടുത്ത് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. നേമത്ത് ഞാൻ കേൾക്കുന്നത് നേമത്ത് പോലും BJP അത്ര കോൺഫിഡൻ്റ് ഇല്ല. കാരണം തിരുവനന്തപുരത്തുകാർക്ക്, ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചതാണ്, അവിടെ എനിക്ക് ഒരു ചെറിയ വീടൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് വരത്തരെ പറ്റി അവർ പറയുന്നത്, വെളിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരെ വരത്തരെന്നാണ് പറയുന്നത്. അവരുടെ മലയാളം മുതൽ അവരുടെ സംസ്കാരം മുതൽ എല്ലാം പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പൊ അത് രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ബാധിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫാക്ടർ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മലയാളം തിരുവനന്തപുരത്തുകാർക്ക് അത്ര സൂക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു ഫാക്ടർ ആവും. അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞ പോലെ അവിടുത്തെ അത് ഫാക്ടർ ആവുകയില്ല എന്ന് മാത്രമല്ല, അത് ഒരു വിഭാഗം വോട്ടർമാർക്ക് അദ്ദേഹത്തിന്റെ മഹത്വമായി പോലും കാണാൻ കഴിയും. എന്നുവെച്ചാൽ ഒരുതരം നാട്യങ്ങൾ, അതായത് ഒരു ആംഗ്ലോഫൈൽ ഒരു നാട്യം തിരുവനന്തപുരം സവർണ മധ്യവർഗത്തിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. രാജ തലസ്ഥാനത്തിലെ ഒരു കേന്ദ്രമാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ശശി തരൂരിനോടും അത് കാണേണ്ടതായിരുന്നല്ലോ. ആദ്യമേ മുതൽ അദ്ദേഹത്തിന്റെ മലയാള അറിവ് കുറവിനെ കുറിച്ചും ഒക്കെ പുറത്തുനിന്ന് ഇറക്കുമതി വന്നതാണെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷവും ഒക്കെ BJPയും ഒക്കെ നടത്തിയിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അത്തരത്തിലൊരു വിദേശി ചുവ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല രാജീവ് ചന്ദ്രശേഖറിനോട് എന്തെങ്കിലും വിപ്രതിപത്തി ഉണ്ടാവുമെന്ന്. ഇൻഫാക്ട് അത് അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അദ്ദേഹം വളരെ ശക്തമായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വളരെ പ്രസ്റ്റീജിയസ് ആണ്. കാരണം ഇത് തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ച് കെട്ടി ഡൽഹിയിലേക്കോ ബാംഗ്ലൂരിലേക്കോ പോകേണ്ടി വരും. അതാണ് കാരണം. അത് കാത്തിരിക്കുകയാണ് BJPയിലെ പല RSSലെയും പല സ്വയം സേവകരും. കാരണം ഇദ്ദേഹം ഇതിന് പറ്റിയ കേരളത്തിലെ ജനകീയ രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളല്ല എന്ന് വളരെ ശക്തമായ ഒരു അന്തർധാര BJPക്കകത്തും RSSനകത്തും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷത്തിന്റെയും വലിയ വിജയമായിരിക്കും. ശിവൻകുട്ടി സഖാവ് എന്ന് പറഞ്ഞാൽ CPM സർക്കാരിലെ പിണറായിക്ക് എന്തെങ്കിലും എതിരായി പ്രതിച്ഛായ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുന്ന ഒരു നല്ല പ്രതിച്ഛായയുള്ള PM ശ്രീയുടെ കാര്യത്തിൽ പോലും ശിവൻകുട്ടി സഖാവിന്റെ അല്ലെങ്കിൽ ശിവൻകുട്ടി അണ്ണന്റെ നിഷ്കളങ്കതയെ കണക്കാക്കുന്ന അടിമുടി ബന്ധം വേരുള്ള മേയറായിട്ടും ജീവിക്കുന്ന രീതികളും മുസ്ലിം സാമാന്യത്തിനിടയ്ക്കുള്ള അദ്ദേഹത്തിനോടുള്ള മമതയും എല്ലാം അതിതീവ്രമായ പോരാട്ടം. എനിക്ക് അതിലൊരു പ്രധാന കാര്യം താങ്കളുടെയും എന്റെയും സുഹൃത്ത് വീണ്ടും ശബരിനാഥ് എങ്ങനെ വോട്ട് പിടിക്കുന്നു എന്നുള്ളത് അതിനിർണായകം. കാരണം മുരളീധരൻ വോട്ട് പിടിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ തവണ ശിവൻകുട്ടി ജയിച്ചത്. ഇത്തവണ കൃത്യമായി പറയാൻ പറ്റും, ശബരിനാഥ് മുരളീധരനെ പോലെ തന്നെ വളരെ വളരെ പ്രതിച്ഛായയും വിന്നിങ് അപ്പീലുമുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം അദ്ദേഹം കൗൺസിലറാണ്. താങ്കൾ മറക്കേണ്ട, കവടിയാർ പോലെ വരേണ്യവർഗം താമസിക്കുന്ന രാജ്ഭവൻ, കൊട്ടാരം, ഗോൾഫ് ലിങ്സ്, ഇത്തരത്തിലുള്ള വരേണ്യ തിരുവനന്തപുരത്തിന്റെ കൗൺസിലറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ഡീറ്റെയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. അതായത് ഈ പ്രാവശ്യം ശബരിനാഥാണ് അവിടെ ജയിക്കുന്നത്. കാരണം ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ മുസ്ലിം ഫാക്ടർ. രണ്ട്, ശിവൻകുട്ടി വളരെ പോപ്പുലറായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പലവിധ അസുഖങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കണം എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആരാധകർ ധാരണയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വളരെ നീണ്ട ഒരു പോസ്റ്റ് കണ്ടു. അത് വളരെ കൃത്യമായി പറയുന്നത്, ഈ നമ്മളുടെ കോർപ്പറേഷൻ ഇലക്ഷനിലെ ആ വോട്ട് ഇതിനകത്ത് അസംബ്ലിയിൽ നാളിതുവരെ അതേപോലെ നടന്നിട്ടില്ല.
അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സിറ്റുവേഷനിൽ ശബരിനാഥാണ് മുന്നിൽ നിൽക്കുന്നത് എന്നൊരു നീണ്ട പോസ്റ്റ്, അത് ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ശബരിനാഥ് നല്ല വോട്ട് പിടിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഒരു നാഥനില്ലാത്ത കളരിയല്ലേ. ആർക്കും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടും രാഷ്ട്രീയ പ്രവചനവും നടത്തുമ്പോൾ ഞാൻ അതിന് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ശബരിനാഥിനെ എനിക്ക് വ്യക്തിപരം അറിയാം, എന്റെ കുടുംബ സുഹൃത്താണ്. ശിവൻകുട്ടി എനിക്ക് വേണ്ടപ്പെട്ട സഖാവാണ്, പാർവതിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അറിയാം. അപ്പോൾ എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് അത്ര നീണ്ടകാല ബന്ധങ്ങളില്ല, അത് തീർച്ചയാണ്. എന്നാൽ അദ്ദേഹത്തിന് ആ പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ട ഒരു രാഷ്ട്രീയ അപ്പീലുമുണ്ട്. ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ശബരിനാഥ് എന്തായാലും ജയിക്കുന്ന പ്രശ്നമില്ല, അത് താങ്കൾക്ക് മറക്കാം. സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ എന്ത് സുഹൃത്തുക്കൾ പറഞ്ഞാലും ശബരിനാഥിന് പോലും അറിയാം ശബരിനാഥ് ജയിക്കാനല്ല. അവിടെ ചന്ദ്രശേഖരന്റെ പരാജയത്തിന്റെ കാരണം മുരളീധരൻ ചെയ്ത പോലെ. പക്ഷെ അതിൽ ശിവൻകുട്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ പാർക്കിൻസണോ വേറെയോ ഒന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധ വോട്ടർമാർക്ക് പ്രശ്നമല്ല. ആശുപത്രിയിൽ കിടന്ന് ജയിലിൽ കിടന്ന് ജയിപ്പിച്ച സംസ്കാരമാണ് കേരളത്തിലെ രാഷ്ട്രീയം. നിങ്ങൾക്ക് അസുഖമായി കിടന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഇത് ജയിക്കുക. അത് വടക്കേ ഇന്ത്യ പോലെയുള്ള അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരുതരം ആഴമില്ലാത്ത നോട്ടത്തിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് പിറയ്ക്കുന്നു, അദ്ദേഹത്തിന്റെ കൈ കാണുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ധീരതയെ ബഹുമാനിക്കുന്നു. ഇത്ര അസുഖമുണ്ടായിട്ടും പാർട്ടിക്ക് വേണ്ടി ഈ RSSന് സീറ്റ് കൊടുക്കാതിരിക്കാൻ അദ്ദേഹം ഇറങ്ങി എന്നുള്ളതിന്റെ വലിയ ആവേശം അണികളിലുണ്ട്. ശബരിനാഥിന് കൂടുതൽ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന. അത് ശബരിനാഥിന്റെ നല്ല കാര്യമാണ്, കോൺഗ്രസിനും നല്ല കാര്യമാണ്. കഴിഞ്ഞ വട്ടം മുരളീധരന് കിട്ടാതിരുന്ന കുറച്ച് മുസ്ലിം വോട്ടുകൾ ശബരിനാഥിന് ഇത്തവണ കിട്ടുന്നു. അദ്ദേഹം വളരെ സെക്യുലർ ഇമേജുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ്, കേരളത്തിലെ ഭാവി വാഗ്ദാനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെടുത്തും. ആ നില മെച്ചപ്പെടുത്തുന്നതോടുകൂടി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന BJPയുടെ മണ്ഡലത്തിൽ ശിവൻകുട്ടി സഖാവ് ജയിച്ചു കയറും. ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ, അപ്പം കഴക്കൂട്ടത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, കഴക്കൂട്ടത്ത് ഞാൻ കേട്ടത്, കഴക്കൂട്ടത്ത് ശ്രീ മുരളീധരൻ BJPയുടെ കാൻഡിഡേറ്റ് വളരെ ശക്തമായ പ്രകടനമാണ്. പക്ഷേ ഈ കടകംപള്ളി പഴയ വാർഹൗസാണ്. അതുപോലെ തന്നെ ശരത് ചന്ദ്ര പ്രസാദ് നിൽക്കുന്ന അദ്ദേഹം കോൺഗ്രസിലെ ഒരു ഗറില്ല പോരാളിയാണെന്നാണ് പലരും പറയുന്നത്. താങ്കൾ പറഞ്ഞ പോലെ BJP പോകാൻ അദ്ദേഹം ശ്രമിച്ചു കാണും. പക്ഷെ അദ്ദേഹം പല സർപ്രൈസും, നേരത്തെ ഇതുപോലെ ഒരു ഇലക്ഷന് 500 വോട്ടിന് അദ്ദേഹം ജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് വർക്കിന് സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ രണ്ട് തിരുവനന്തപുരത്തുകാരും, മുരളീധരൻ തിരുവനന്തപുരംകാരനല്ലല്ലോ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. ആ ഒരു ഫൈറ്റില് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് കഴക്കൂട്ടം അപ്പക്കെട്ടകരമാം വിധം ഒരുപക്ഷെ നിയമത്തെക്കാൾ BJP RSSന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ. എനിക്ക് കഴക്കൂട്ടം അറിയാം, പല ഞാൻ മത്സരങ്ങൾ കവർ ചെയ്തിട്ടുള്ള ആളാണ്. കഴക്കൂട്ടത്ത് പണ്ട് വർക്കല കഹാർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ്. ശശി എന്ന എൻ്റെ വേണ്ടപ്പെട്ട ഡോക്ടർ കഴിഞ്ഞ മത്സരിച്ച ഡോക്ടർ ലാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വളരെ ദയനീയമായി കഴിഞ്ഞ തവണ തോറ്റതാണ്. വർക്കല കഹാർ വിജയിച്ചതാണ്. എന്നാൽ കഴക്കൂട്ടം നമ്മുടെ കടകംപള്ളിയുടെ തട്ടകവും, കാരണം അത് BJPയുടെ പോകുന്ന വോട്ടുകൾ പോലും പിടിക്കാൻ കഴിയുന്ന ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണ്. കടകംപള്ളിയാണ് ഏറ്റവും ശക്തനായ CPM സ്ഥാനാർത്ഥി. അതിൽ സംശയം എനിക്കില്ല. മുരളീധരനും വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇവിടെയും ശരത്ചന്ദ്ര പ്രസാദ് ജയിക്കുന്ന പ്രശ്നമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഡോക്ടർ ലാലിനേക്കാൾ നല്ല ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടും അദ്ദേഹത്തിന് കോൺഗ്രസ് സംഘടനയിലും മറ്റും പഴയ കരുണാകരന്റെ വളരെ ആശ്രിത
ആശ്രിതനായി ജീവിച്ചു പിന്നെ മുന്നോട്ട് വന്ന നേതാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് കടുത്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒന്നുമില്ല. അദ്ദേഹം ഒരിക്കൽ പേടിപ്പിച്ചതാണ്, കോൺഗ്രസിൽ എന്തോ സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ BJP-യിൽ പോകുന്നു, മോഡി വരുമ്പോൾ ഒരു വാർത്തകൾ ഉള്ളതാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസിന് വോട്ട് പിടിക്കുമെങ്കിലും ഇവിടെ പ്രധാന കാര്യം കടകംപള്ളിക്കുള്ള നിഷേധ വോട്ടുകളാണ്. കാരണം ഈ അയ്യപ്പൻ പ്രശ്നം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടർ ആണെങ്കിൽ അത് വാസവനേക്കാൾ കൂടുതൽ ബാധിക്കുക കടകംപള്ളിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്തം മാത്രമല്ലല്ലോ, പ്രതീതി ഇംപ്രഷൻ ദാറ്റ് യു ക്രിയേറ്റ്. അപ്പൊ കടകംപള്ളി ഒരു ഡിഫെൻസീവിലാണ്. അദ്ദേഹം ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ ഇടപാടുകളെ പറ്റിയുള്ള സംശയങ്ങൾ, അതുകൊണ്ട് അദ്ദേഹം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അനാവശ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഹിന്ദുത്വ ചുവയോടുകൂടി സംസാരിച്ചെടുക്കുന്നു. ഇങ്ങനെ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഒരിക്കലും പറഞ്ഞു കേൾക്കാത്ത ഭഗവതി പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നു. അതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹിന്ദു ഉണ്ടെങ്കിൽ അത് ആർക്കാരും പോകും, BJP-ക്കാണോ കോൺഗ്രസിനാണോ? സംശയമില്ല മുരളീധരന് വളരെ പരിണിതി പ്രജ്ഞനായ BJP സ്ഥാനാർത്ഥിയാണ്. അതെങ്ങനെ ഉറപ്പിച്ച് പറയാം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, നാമജപ ഘോഷയാത്രയുടെ പ്രയോജനം മുഴുവനും കിട്ടിയത് കോൺഗ്രസിനാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ? അല്ല, അയ്യപ്പന്റെ വോട്ട് ഇത്തവണ കൂട്ടത്തോടെ UDF-ന് പോകുന്നു എന്നുള്ള ഒരു വായന. ഒന്ന്, ഇവിടെ അയ്യപ്പന്റെ കഴിഞ്ഞ തവണത്തുള്ള ആചാരപരമായ പ്രശ്നമല്ല, ഇവിടെ കളവിന്റെ പ്രശ്നമാണ്. അത് വൈകാരികമായി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ബാധിക്കുന്ന പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകുംബൻസി ഫീലിംഗ് ആണ്. അതാണ് ഇവിടുത്തെ പ്രധാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രവേശം പോലെയുള്ള ഒരു വൈകാരിക ഇഷ്യൂ അല്ല, അതിന്റെ ഏറ്റവും വലിയ ഇര പിണറായി സർക്കാരുമാണ്. അല്ല, ശരത്ചന്ദ്ര പ്രസാദിന് അതിന്റെ പേരിൽ വോട്ട് കിട്ടുകയെന്നും അത് മുരളീധരനെ കിട്ടാതിരിക്കുന്നത് എനിക്ക് അചിന്ത്യമാണ്. അവിടെ മത്സരം കൃത്യമായി നമ്മുടെ കടകംപള്ളി സഖാവും മുരളീധരനും തമ്മിലാണ്. അതിൽ മുരളീധരന് ചെറിയ മുൻകൈ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന അറിവ്.